ഞാൻ ക്രിസ്മസിന് വരണമെന്ന് പറഞ്ഞാൽ ലണ്ടനിൽ വന്നത്. എനിക്ക് ഇംഗ്ലണ്ടിലെ ക്രിസ്മസ് കാണണം, കൂടണം, സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കേരളം എന്നൊക്കെ ആഗ്രഹം ഉണ്ടച്ചു. അഡൽട്ട് അല്ലെങ്കിൽ ടീനിന് 8 പൗണ്ട്സാ വരുന്നത്. ഞങ്ങൾ ജെയിൻ വീലിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കുക കേട്ടോ. പ്രഗ്നൻസി സേഫാന്ന് പറഞ്ഞു. സോ ഞാൻ കയറാൻ വേണ്ടി പോവുക ഗായ്സ്. ഷോർട്ടസ്റ്റ് ക്യൂ. ഞങ്ങളിതേ പോകുക ജെയിൻ വീലിൽ കയറാൻ. സോ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ഇവിടുത്തെ ജെയിൻ വീലിൽ കയറിയിരിക്കുകയാണ്. ഒല്ലി ജെയിൻ വീലാണ് കേട്ടോ. അവിടെ അടിപൊളിയാണ് കേട്ടോ കാഴ്ചകൾ. നമ്മളിവിടെ UK വന്നിട്ടുള്ള ആദ്യത്തെ ജെയിൻ വീല് കയറക്കോടെ കേട്ടെ. ഞാൻ കാണിച്ചു തരാവേ. അവിടെ അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. നമ്മളെ ആകാശത്താണ് ഗൈസ് ഇരിക്കുന്നത്. വീണ് കഴിഞ്ഞ ഉപ്പ് നോക്കായിട്ട് പോകും ഗൈസ്. സ്പീഡിൽ പോകില്ല. അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ജെയിൻ വീലിൽ കയറിയിട്ട് ചെറിയൊരു പേടിയുണ്ട്. എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ഇത് ഓരോ ആൾക്കാരെ ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കും. സോ ഞങ്ങളിതാ പൊങ്ങി പോവുകയാണ്. അങ്ങനെയുണ്ട് കേസി. സൂപ്പർ. ഇനി ഉയരങ്ങളിലോട്ട് പോവുകയാണ്. താഴെ ഇറങ്ങുമ്പോൾ വയസ്സിലൂടെ ഒരുമാതിരി ഫീല് വരും കേട്ടോ. പക്ഷെ പതുക്കെ പോകുന്നുള്ള ഫീൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ നല്ല ഉയരത്തിലാണ് കേട്ടോ. നമ്മുടെ പുറകിൽ മാഞ്ചസ്റ്റർ സിറ്റി എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ജെയിൻ വീല് നല്ല ഉയരത്തിലാണ്. ഇപ്പൊ നോക്കാൻ പറ്റൂല. താഴോട്ട് ഇറക്കാവോ? അപ്പോൾ നമ്മളിപ്പോൾ ജെയിൻ വീലിൽ നിന്നും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ ജീവനോടെ താഴോട്ട് എത്തണേ എന്നൊരു പ്രാർത്ഥനയോട് മാത്രം ഞാൻ കെസി ഇവിടെ ഇരിക്കുകയാണ്. കെസി നല്ല പേടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കിത് പേടി, ഹൈറ്റ് പേടിയില്ല. എനിക്ക് വെള്ളമാ പേടി. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. ആക്ച്വലി നല്ല ഹൈറ്റിൽ പോയായിരുന്നു. വാവ്, നല്ലൊരു ആശ്വാസം. സോ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അതെ, അടിപൊളിയാ. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ നമ്മൾ തുറക്കാത്ത അച്ഛന് പേടിയിട്ട് നമുക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന് പേടിയാണല്ലോ അവർക്ക് മനസ്സിലായതുകൊണ്ട് ഇറക്കുന്നില്ല. അവരത് കൊണ്ടുപോകുന്നു വീണ്ടും. ചോദിച്ചു കാര്യമായിട്ട് 5-6 റൗണ്ട് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞ പേടിക്കാതിരിക്കണമെങ്കിൽ മുകളിൽ ഇങ്ങോട്ടൊക്കെ നോക്ക്, താഴോട്ട് നോക്കണ്ട, മുകളിലോട്ടൊക്കെ നോക്ക്. താഴോട്ട് അങ്ങനെ ഹൈറ്റ് ആയിട്ട് നോക്കണ്ട, ഇങ്ങനെ മുകളിൽ കണ്ടോ, ഇവിടെ ഇങ്ങോട്ടൊക്കെ നോക്ക. പേടി മാറിയോ? ആക്ച്വലി ഇന്ന് നല്ലൊരു സണ്ണി ഡേ കൂടെയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ വെയിലൊന്നും കണ്ടിട്ട് നിങ്ങൾ ചൂടാണെന്ന് വിചാരിക്കരുത്. ഇത്രയും വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. നിർത്താൻ പറയാം. 10 റൗണ്ട് ഉണ്ടല്ലോ, 8 പൗണ്ട് കൊടുത്തില്ലേ? 10 റൗണ്ട് ഉണ്ട്. സ്പീഡിലാക്കും പിന്നെ ഇത് പതുക്കെയല്ലേ ഇവ പോകുന്നേ, പിന്നെ സ്പീഡിലാക്കും. ഇന്നിങ്ങനെ സ്പീഡിൽ കൊണ്ട് കറക്കും. ഇതാണ് സ്പീഡ് കൂടി. ഗൈസ് ഇതിന്റെ സ്പീഡ് കൂടി വരുവാണ്. മോളിൽ പോകുമ്പോൾ ഒരു പേടിയും താഴെ പോകുമ്പോൾ ഒരു ആശ്വാസം. സത്യം പറയാലോ ഗൈസ്. ഈ പക്ഷികളൊക്കെ പറക്കുന്ന, എനിക്ക് പറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ഹൈറ്റിൽ പോകുമ്പോഴത്തേക്കും ലൈക്ക് ഞാൻ പറക്കുന്ന പോലെ എനിക്കൊരു ഫീലാണ്. ആഫ്രിക്കക്കാരുടെ മുടി കണ്ടു വെച്ചു. അപ്പൊ അവരോട് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നു. അങ്ങനെ ടൈം കണ്ടു. ഇപ്പൊ എത്ര മണി അയച്ചു? 3:25 കേട്ടോ. അല്ലെ നോക്ക്, അച്ഛൻ്റെ മോളുടെ റെഡ് ലൈറ്റ് കത്തി വെച്ചു നമ്മുടെ കൂടാരത്തില്. ഞാൻ ചവിട്ടി എടുത്തു. മരിക്കിരി പ്ലീസ്, മരിക്കിരിക്കണേ.
അല്ല വേറൊരു കാര്യത്തിന് ഞാൻ ഇറക്കോ? അത്ര ഉണ്ട് കഴിഞ്ഞിട്ടല്ലേ ഇറക്കത്തുള്ളൂ. റിയാജ് ഒരു റൗണ്ട് കഴിഞ്ഞ് ഇറക്കുമെന്ന് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങിയ അവസ്ഥ. ഞങ്ങളെ മറ്റേ കറങ്ങുന്ന ഊഞ്ഞാലില്ലേ അതിന്റെ ഏറ്റവും മുകളിലിരിക്കുക കേട്ടോ, സൂര്യന്റെ അടുത്തിരിക്കുക. പ്രാർത്ഥിക്കുന്നേ പേടിച്ച് വിറച്ചിരിക്കുക. അച്ഛ പറയാ അമ്മീനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. അച്ഛ പറയാ അമ്മീനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വേഗം താഴെ ഇറക്കാൻ. അയ്യോ കർത്താവേ, വിളിച്ച് പറയാൻ പറ്റൂല. നീ ഒരു പാട്ടിടടി, പള്ളിയിലെ പാട്ടൊക്കെ ഇട്ടടി. വഴിയില്ല, ബൈബിളും കൊണ്ടുപോയി ഇറങ്ങിയാ മതിയായിരുന്നു. ഇവര് ഇറക്കണില്ലല്ലോ, ഇവര് ഇറക്കണില്ലെന്നേ. സീറ്റ് നീ വല്ല അറിഞ്ഞോ? എടി നീ 99 വിളിയടി. അവർക്ക് ഇറക്കാൻ പറ്റൂല, അവര് താഴെയല്ലേ ഒന്ന് നിൽക്കും. ഗൈസ് ഇത് നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ മാത്രം കേറുക കേട്ടോ. ജെയിൻവിയിലിരിക്കാൻ പേടി, ഇറക്കൊന്നുമില്ല. ഉയരം പേടിയല്ലേ. വലിയ ജെയിൻവീലിന്റെ മുകളിൽ ഇരിക്കുക. രക്ഷപ്പെട്ടു ഗൈസ്, ജീവനോടെത്തി. ഇതാണ് കേട്ടോ ഈ ജെയിൻ വീലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റിലൂടെയാണ് നമ്മൾ കറങ്ങി താഴെ വന്നത്. അയ്യോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ജെയിൻ വീൽ എക്സ്പീരിയൻസ്? അടിപൊളിയാട്ടോ. അതാ ഇവിടെ ഇരിപ്പുണ്ട് സാധനം, ലോഹ പോകുന്നു ആകാശത്തൂടെ.